Hello students, how are you all? So welcome back to another class of Fundamentals of English Grammar. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്സും നമുക്ക് ഫെമിലിയർ ആയ ടോപ്പിക് തന്നെയാണ്, നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. എങ്കിലും നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ കൂടുതൽ ചാപ്റ്റേഴ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് മുമ്പ് നമ്മുടെ ഫൗണ്ടേഷൻ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം, ഒന്ന് സ്ട്രോങ് ആക്കി എടുക്കാം അല്ലേ. അപ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമ്മുടെ ബേസ് സ്ട്രോങ് ആണെങ്കിലാണ് നമുക്ക് എത്ര ഹൈ ലെവൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും കൺഫ്യൂഷൻ ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. ഇംഗ്ലീഷ് ഗ്രാമറിൽ വൺ ഓഫ് ദ മോസ്റ്റ് ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സെൻറ്റൻസസും അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും. നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ നോക്കുമ്പോൾ ഏകദേശം മാത്സ് പോലെ തന്നെയാണ് ഒരു പെർസ്പെക്റ്റീവ് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. കാരണം ഇവ രണ്ടും ഭയങ്കര ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇംഗ്ലീഷ് ഗ്രാമറിലെ എല്ലാ ടോപ്പിക്കും ഭയങ്കര ഇൻ്റർ കണക്റ്റഡ് ആണ്. നമുക്ക് പ്ലസ്സും മൈനസും അറിഞ്ഞാലേ മാത്സിൽ ബാക്കി എന്തും ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ ഇതിലും നമ്മുടെ ഗ്രാമറിൻ്റെ ബേസിക്സ് നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കിയാലേ നമുക്കിനി ഹൈ ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. സോ ടൈം ഇനി വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് എ സെൻറ്റൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമുക്ക് അതിനൊരു ഡെഫിനിഷൻ കൊടുത്താലോ. A combination of words that gives complete sense or meaning is called a sentence. എന്താണ്? A combination of words that gives complete sense or meaning is called a sentence. അപ്പോൾ എ ഗ്രൂപ്പ് ഓഫ് ഇല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് വേർഡ്സ്, എങ്ങനത്തെ ഒരു കോമ്പിനേഷൻ, അവ കൂടിച്ചേരുമ്പോൾ നമുക്കൊരു മീനിങ് കിട്ടണം അല്ലേ. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് അവർ ടീച്ചർ. ഈ 4 വേർഡ്സ് കൂടിച്ചേർന്നു. എങ്ങനെ കൂടിച്ചേർന്നു? അവ കൂടിച്ചേരുന്നതോടുകൂടി നമുക്കൊരു മീനിങ് കിട്ടുന്നുണ്ട് അല്ലേ. ഷീ ഈസ് അവർ ടീച്ചർ എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. ഈ വേർഡ്സ് കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു മീനിങ് ഉണ്ട് ഈ വേർഡ്സിൻ്റെ ജോയിനിങ്ങിൽ അല്ലേ. സോ സച്ച് എ കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് ഇസ് നോൺ ആസ് എ സെൻറ്റൻസ്. ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് സെൻറ്റൻസിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് നോക്കാം. സോ നമുക്ക് സെൻറ്റൻസിനെ അതിൻ്റെ പർപ്പസിൻ്റെ ബേസിസിലും സ്ട്രക്ചറിൻ്റെ ബേസിസിലും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സെൻറ്റൻസിനെ അതിൻ്റെ പർപ്പസിൻ്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഉള്ളടക്കം, അത് എന്തുകൊണ്ടൊക്കെ എന്തൊക്കെ ടൂൾസ് ഉപയോഗിച്ചാണ് ഒരു സെൻറ്റൻസിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ബേസിസിലും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, സിമ്പിൾ സെൻറ്റൻസസ് ഉണ്ട്, കോമ്പൗണ്ട് സെൻറ്റൻസസ് ഉണ്ട്, കോംപ്ലെക്സ് സെൻറ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ കോമ്പൗണ്ട് കോംപ്ലെക്സ് സെൻറ്റൻസും ഉണ്ട്. ഇത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ബാക്ക് ടു ദ ടോപ്പിക്. ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് നമുക്ക് സെൻറ്റൻസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ആദ്യം തന്നെ അസർട്ടീവ് സെൻറ്റൻസ്, അതുപോലെ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ഇംപറേറ്റീവ് സെൻറ്റൻസസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എന്നിങ്ങനെ 4 ടൈപ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നമുക്കതിനെ ഇപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. വരൂ. ആദ്യം തന്നെ അസർട്ടീവ് സെൻറ്റൻസ്. എന്താണ് അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു ഗിവ് ഇൻഫോർമേഷൻ ഇൻ ദ ഫോം ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഡിക്ലറേഷൻ. എന്താണ് ഒരു അസർട്ടീവ് സെൻറ്റൻസ്? ഇൻഫോർമേഷൻ നൽകും അല്ലേ. എന്ത് രൂപേണ? ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രസ്താവനയുടെ രൂപത്തിലോ ഒരു ഡിക്ലറേഷൻ, പ്രഖ്യാപനത്തിൻ്റെ രൂപത്തിലോ നമുക്ക് ഇൻഫോർമേഷൻ നൽകുന്ന ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഡിക്ലറേഷൻ്റെ രൂപത്തിലും കൂടെ ആയതുകൊണ്ട് ചിലവർ ഇതിനെ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ദെൻ അസർട്ടീവ് സെൻറ്റൻസും ഡിക്ലറേറ്റീവ് സെൻറ്റൻസും is basically the same thing. Okay, so എക്സാമ്പിൾസിലൂടെ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആക്കാം. രാഘവ് ഇസ് എ ഗുഡ് മാൻ. ഇതെന്താണ്? ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഞാൻ പറയുകയാണ് രാഘവ് ഒരു നല്ല മനുഷ്യനാണ് അല്ലേ. അതുപോലെ തന്നെ ഹീ ഈസ് മൈ സൺ. ഞാൻ ഡിക്ലെയർ ചെയ്യാണ് അതെൻ്റെ മോനാണ്. ഹീ ഈസ് മൈ സൺ. അതുപോലെ തന്നെ ഐ ആം ഫ്രം ഇന്ത്യ. ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം. എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രൂപത്തിലോ ഒരു ഡിക്ലറേഷൻ്റെ രൂപത്തിലോ എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ. നോർമലി ഇതിൽ സബ്ജക്റ്റാണ് ആദ്യം വരിക. നമുക്ക് കാണാമല്ലോ, രാഘവ്, ഹി, ഐ സബ്ജക്റ്റ് ആദ്യം വരും. അതുപോലെ തന്നെ ഒരു ഫുൾ സ്റ്റോപ്പിലാണ് ഇവ അവസാനിക്കുക. ഈ ലാസ്റ്റ് വരുന്ന ഈ മുദ്രയുണ്ടല്ലോ, ഈ മുദ്ര ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിനി അടുത്ത ടൈപ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എല്ലാ കേസസിലും അല്ല, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്ത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്ന്. ഓക്കെ, സോ അസർട്ടീവ് മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഡിക്ലറേഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പിലേക്ക് കടന്നാലോ. ഒരു കാര്യം കൂടിയുണ്ട്. അസർട്ടീവിനെ നമുക്ക് വീണ്ടും കാറ്റഗറൈസ് ചെയ്യാം. പോസിറ്റീവ് അസർട്ടീവ് സെൻറ്റൻസ് ആയിട്ടും നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ടും. പോസിറ്റീവ് അല്ലെങ്കിൽ അഫർമേറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് തന്നെയാണ്, സ്ഥിരീകരിച്ചുകൊണ്ട്. ഓക്കെ, ഒരു പോസിറ്റീവായിട്ട് യെസ്, അതെ എന്ന് പറയുന്ന ടൈപ്പ് സെൻറ്റൻസസ്. അതുപോലെ തന്നെ അതിനെ നിഷേധിച്ചു കൊണ്ടുള്ള സെൻറ്റൻസസ്, നോ, വോണ്ട്, കാണ്ട്, വുഡിൻറ്റ്, ഡോണ്ട് എന്നൊക്കെ വരുന്ന സെൻറ്റൻസുകളെ നെഗറ്റീവ് സെൻറ്റൻസ്. അങ്ങനെ നമുക്ക് വേർതിരിക്കാം. നമുക്കിപ്പോൾ പറഞ്ഞതിനെ രണ്ടാക്കി നോക്കിയാലോ. എക്സാമ്പിൾസിനെ, രാഘവ് ഈസ് എ ഗുഡ് മാൻ, അത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതിനെ നിഷേധിച്ചു കൊണ്ടുള്ള നിഷേധ്യവാക്യം എന്ന് വേണമെങ്കിൽ പറയാം, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. രാഘവ് ഈസ് നോട്ട് എ ഗുഡ് മാൻ. ഓക്കെ, ഹി ഈസ് മൈ സൺ, നെഗറ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ എന്താവും, ഹി ഈസ് നോട്ട് മൈ സൺ. ഐ ലൈക്ക് ഐസ്ക്രീം, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. നെഗറ്റീവ് ആകുമ്പോൾ എന്താവും, ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ, അസർട്ടീവ് സെൻറ്റൻസിനെ നമുക്ക് പോസിറ്റീവായും നെഗറ്റീവായും ക്ലാസിഫൈ ചെയ്യാം. ഇത്ര മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, സോ ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പിലേക്ക് പോവാം. അതാണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. ഓക്കെ, സോ എന്താണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആർ ഫോർമലി നോൺ ആസ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസിനെ പഠിക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇൻറ്ററോഗേറ്റീവ് ഉണ്ട്, അതുപോലെ ഇൻഡയറക്റ്റ് ഇൻറ്ററോഗേറ്റീവ് ഉണ്ട്. അത് നമ്മൾ പിന്നീടുള്ള ചാപ്റ്റേഴ്സിൽ കുറച്ചും കൂടെ ഇൻഡെപ്ത് നോക്കുന്നതായിരിക്കും. നമുക്ക് ബേസിക് കവർ ചെയ്യാൻ നിങ്ങൾ ഇത്രയും അറിഞ്ഞാൽ മതി. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണ്, വേറൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻസിൽ എന്തുണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും അവസാനം, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇതുപോലെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എൻഡിൽ വരുന്ന മാർക്സ്, മുദ്രകൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസിനെയൊക്കെ ഒന്ന് ഇൻറ്ററോഗേറ്റീവ് ടൈപ്പിലേക്ക് മാറ്റിയാലോ. രാഘവ് ഇസ് എ ഗുഡ് മാൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൻ്റെ ചോദ്യമായിട്ട് എങ്ങനെ വരാം, ഈസ് രാഘവ് എ ഗുഡ് മാൻ, അല്ലേ? അതുപോലെ ഈസ് ഹി യുവർ സൺ. ഇപ്പോൾ ഇതൊക്കെ എന്തായി, ഇതൊക്കെ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ആയി. നേരത്തെ ഹീ ഈസ് മൈ സൺ എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഈസ് ഹി യുവർ സൺ എന്ന് പറയുമ്പോൾ അതെന്തായി, അതൊരു ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, ക്ലിയർ അല്ലേ? ഡു യു ലൈക്ക് ഐസ്ക്രീം, അല്ലേ? ഇതൊക്കെ ഇപ്പോൾ എന്തായി, ഇതൊക്കെ ഇപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ഫോർമുലായി. ഓക്കെ, സോ അത്രേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടു. ഇൻറ്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ടൈപ്പിലേക്ക് കടന്നാലോ. ലെറ്റ്സ് സീ. യെസ്, ഇംപറേറ്റീവ് സെൻറ്റൻസസ്. ഇനി ഇംപറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപറേറ്റീവ് സെൻറ്റൻസസ് ആർ ഇൻ ദ ഫോം ഓഫ് എ ഓർഡർ, കമാൻഡ്, റിക്വസ്റ്റ്, അഡ്വൈസ്. ഓക്കെ, എന്തായിരിക്കും ഈ ഇംപറേറ്റീവ് സെൻറ്റൻസസ്? അവരൊരു ഓർഡറിൻ്റെ ഫോമിലോ, ഒരു റിക്വസ്റ്റ്, ഒരു അപേക്ഷയുടെ ഫോമിലോ, ഒരു കൽപ്പനയുടെ ഫോമിൽ, കമാൻഡ് കൽപ്പനയുടെ ഫോമിലോ, കൽപ്പിക്കുന്ന ഒരു രീതിയിലോ, ഇല്ലെങ്കിൽ ഒരു ഉപദേശത്തിൻ്റെ രീതിയിലോ ആയിരിക്കും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കം ഹിയർ, അല്ലേ? ഇവിടെ വരൂ. എന്താണ്, ഒരു ഓർഡറാണ്. ഒരു ടീച്ചർ സ്റ്റുഡൻറ്റിനോട് പറയാണ് കം ഹിയർ, അല്ലേ? നോർമലി ഓൾമോസ്റ്റ് ഇതിലെല്ലാം എന്ത് കാണപ്പെടാറുണ്ട്, വെർബ് ആദ്യം വരുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വിൽ യു, കൈൻഡ്ലി, ലെറ്റസ്,
പ്ലീസ് എന്നുള്ളതെല്ലാം ഈ സെൻറ്റൻസിൽ ആദ്യം വരാറുണ്ട്. ബി ക്വയറ്റ്, നിശബ്ദനായിരിക്കൂ. ബി റെസ്പെക്റ്റ്ഫുൾ ടുവേർഡ്സ് യുവർ എൽഡേഴ്സ്, ഇതെന്താണ്? ഇതൊരു അഡ്വൈസാണ് അല്ലേ? എൽഡേഴ്സിനോട് റെസ്പെക്റ്റ് കാണിക്കൂ, റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കൂ. ഓക്കെ, അതുപോലെ തന്നെ പ്ലീസ് ഗിവ് മീ അനദർ ചാൻസ്, ഇതെന്താണ്? ഒരു റിക്വസ്റ്റിൻ്റെ ഫോമിലാണ് അല്ലേ? എനിക്ക് ഒരു ചാൻസ് കൂടെ നൽകൂ. അതുപോലെ തന്നെ ഇതിൽ നമുക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ കാണും, ഇതിലെല്ലാം സബ്ജക്റ്റ് എവിടെയാണ് വരുന്നത്? ഈ സെൻറ്റൻസിലെല്ലാം, ഈ സെൻറ്റൻസുകളിലെല്ലാം സബ്ജക്റ്റ് ഇംപ്ലൈഡ് ആണ്, അസ്യൂംഡ് ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ആരോടാണോ പറയുന്നത് അവരാണ് ഇതിലെ സബ്ജക്റ്റ്. അത് ഈ സെൻറ്റൻസുകളിൽ, ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ സബ്ജക്റ്റ് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നത് അത്ര പതിവല്ല. ഫോർ എക്സാമ്പിൾ, കം ഹിയർ, ഇതിൽ സബ്ജക്റ്റ് എവിടെയാണ്? ഇതാരോടാണോ ഇത് പറഞ്ഞത് അവരാണ് ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ്. അതായത് സബ്ജക്റ്റ് അസ്യൂംഡ് ആണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ. ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇതിങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ അപ്പോൾ ഒരു ഡൗട്ട് തോന്നിയേക്കാം, പ്ലീസ് ഗിവ് മീ അനദർ ചാൻസ്, ഇതിൽ സബ്ജക്റ്റ് ഏതാണ്? മീ ആണോ? അല്ല കേട്ടോ. ഇതിൽ മീ ഒരു സബ്ജക്റ്റ് അല്ല, നേരെ മറിച്ച് മീ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് വരിക. എന്താ കാരണം? നമ്മൾ ബേസിക്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻ ചെയ്യുന്ന ഇല്ലെങ്കിൽ വെർബ് ക്യാരി ഔട്ട് ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ് അല്ലേ? ഇത് എന്തിനോടാണോ ക്യാരി ഔട്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ റിസീവിങ് എൻഡിൽ ഉള്ളത് അവരാണ് ഒബ്ജക്റ്റ്. മനസ്സിലായോ? പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, പ്ലീസ് ഗിവ് മീ അനദർ ചാൻസ് എന്ന് പറയുമ്പോൾ ഇത് ആരോടാണോ പറയുന്നത് അവരാണ് ഇതിലെ സബ്ജക്റ്റ്. കാരണം അവരാണ് ഈ പറയുന്ന ആൾക്കൊരു ചാൻസ് കൊടുക്കുന്നത്. ഈ വെർബ് ഗിവ് ചെയ്യുന്നത് ആരാണ്? ഇത് അപേക്ഷിക്കുന്ന ആളോടാണ് അല്ലേ? ഇത് റിസീവ് ചെയ്യുന്നതാണ് മീ. ഇല്ലെങ്കിൽ ഇവിടെ ഈ സിറ്റുവേഷനിൽ ഞാൻ പ്ലീസ് ഗിവ് മീ അനദർ ചാൻസ് എന്ന് പറയുമ്പോൾ ഒരു ചാൻസ് റിസീവ് ചെയ്യുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഇതിവിടെ ഒബ്ജക്റ്റാണ് കേട്ടോ, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റാണ്. ഇത് ആരോടാണോ പറയുന്നത് അവരാണ് സബ്ജക്റ്റ്. അപ്പോൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഒരു ഓർഡറോ ഒരു കമാൻഡോ ഒരു റിക്വസ്റ്റ് ഇല്ലെങ്കിൽ ഒരു ഉപദേശം, ഒരു അപേക്ഷ, ഒരു കൽപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസസ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് അല്ല, സെൻറ്റൻസ് ആണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസസ്. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് കടന്നാലോ? നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ പറഞ്ഞേ നോക്കട്ടെ. ഇമ്പറേറ്റീവ് സെൻറ്റൻസിൻ്റെ ഒന്ന് ഊഹിച്ചെടുക്കാൻ പറ്റുമോ? താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അടുത്തതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. ഓക്കെ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ക്ലമേറ്ററി പേര് തന്നെയുണ്ട്. എക്സ്ക്ലെയിം, എക്സ്പ്രസ് ചെയ്യുന്ന, എന്ത് എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്? സ്ട്രോങ് ഇമോഷൻസ്, സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസിനെ എടുത്തു കാണിക്കാൻ എടുത്തു കാണിച്ചുകൊണ്ട് പറയുന്ന സെൻറ്റൻസുകളാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. സെൻറ്റൻസസ് ദാറ്റ് എക്സ്പ്രസ് സ്ട്രോങ് ഇമോഷൻസ് ലൈക്ക് ഹാപ്പിനെസ്, സാഡ്നെസ്, സർപ്രൈസ്, പെയിൻ, ആങ്കർ എക്സെട്ര. ഓക്കെ, ഈ സെൻറ്റൻസുകളിൽ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഇമോഷൻസിനെ ഒന്ന് എടുത്ത് കാണിച്ചു കൊണ്ടുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ എടുത്ത് കാണിക്കാൻ എന്താണ് യൂസ് ചെയ്യുന്നത്? ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. ഓക്കെ, ഈ മാർക്ക് എല്ലാവർക്കും അറിയാലോ, എക്സ്ക്ലമേഷൻ മാർക്ക്. നമ്മളിപ്പോൾ ഒരാളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ സൗണ്ടിലുള്ള ഇമോഷൻ നമുക്ക് കറക്റ്റ് പിക്കപ്പ് ചെയ്യാം അല്ലേ? ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലോ പെട്ടെന്ന് സന്തോഷം കൊണ്ടാണെങ്കിലോ സംസാരിക്കണമെങ്കിൽ നമുക്ക് ആ ഇമോഷൻ പിക്കപ്പ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അതേ ഇമോഷൻ്റെ ആ ഒരു വേവ് ലെങ്ത്ത് കൺവേ ചെയ്യാൻ, വായിക്കുന്ന ആൾക്ക് കൺവേ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. ക്ലിയർ ആണോ? നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, വാട്ട് എ വണ്ടർഫുൾ ഡേ. ഓക്കെ, നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയും, വാട്ട് എ വണ്ടർഫുൾ ഡേ അല്ലേ? അപ്പോൾ ആ ഇമോഷൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ അതുപോലെ എഴുതുമ്പോൾ വണ്ടർഫുൾ ഈ ഇമോഷനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് എഴുതുകയാണ്, അതിനാണ് ഈ എക്സ്ക്ലമേഷൻ മാർക്ക്. അതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുകയാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡ്രസ്, ഓ മൈ ഗോഡ് അല്ലേ?
എൻ്റെ ദൈവമേ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആ ഇമോഷൻ എക്സ്പ്രസ് ചെയ്തുകൊണ്ടുള്ള സെൻറ്റൻസ് ആണ്. ഹൗ ഡെയർ യു, എന്ത് ധൈര്യത്തിലാണ് നീ, അല്ലേ? ഒരു സ്ട്രോങ് ഇമോഷനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് എഴുതുന്ന സെൻറ്റൻസുകളാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. അതിൻ്റെ അവസാനത്തിൽ എന്തുണ്ടാവും? അവയുടെ അവസാനം എന്തുണ്ടാവും? എക്സ്ക്ലമേഷൻ മാർക്സ് ഉണ്ടാവും. ഓക്കെ, ശ്രദ്ധിക്കണം. അതിൻ്റെ അവസാനം എന്തുണ്ടാവും? എക്സ്ക്ലമേഷൻ മാർക്സ് ഉണ്ടാവും. ഓക്കെ, സോ നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് നോക്കിയത്? ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ പർപ്പസ്, അല്ലേ? അതിന് എന്ത് ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു? പർപ്പസിൻ്റെ ബേസിസിൽ. നമ്മളപ്പോൾ ഇത്രയേ ഉള്ളൂ. 4 ബേസിസ് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു അവ? അസേർട്ടീവ് സെൻറ്റൻസസ്. അസേർട്ടീവ് സെൻറ്റൻസസ് എന്തായിരുന്നു? സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഡിക്ലറേഷൻ്റെ, പ്രഖ്യാപനത്തിൻ്റെയോ പ്രസ്താവനയുടെയോ രൂപത്തിലുള്ളത്. ഹീ ഈസ് മൈ സൺ എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം, അതെന്താണ്? അത് നെഗറ്റീവ് അസർട്ടീവ് സെൻറ്റൻസ് ആണ്, അല്ലേ? അസർട്ടീവ് സെൻറ്റൻസിനെ നമ്മൾ പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടും വീണ്ടും ഡിവൈഡ് ചെയ്തിരുന്നു, അല്ലേ? ഓക്കെ, നിങ്ങളപ്പോൾ അത്രമാത്രം മനസ്സിൽ വെച്ചാൽ മതി. സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ഡിക്ലറേഷൻ്റെ ഫോമിലുള്ളതാണ് അസർട്ടീവ്. ഇൻറ്ററോഗേറ്റീവ് എന്താണ്? ക്വസ്റ്റ്യൻസ് ആണ്. അത്രമാത്രം മനസ്സിൽ എപ്പോഴും വെച്ചാൽ മതി. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഇംപറേറ്റീവ് സെൻറ്റൻസസ്. ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്താണ്? ഒരു റിക്വസ്റ്റ്, ഒരു കമാൻഡ് ഇല്ലെങ്കിൽ ഒരു അഡ്വൈസിൻ്റെ രൂപത്തിലുള്ള ക്യാൻ യു പ്ലീസ് സിറ്റ് ഹിയർ, കം ഹിയർ, ക്യാൻ യു പ്ലീസ് ഗിവ് മീ അനദർ ചാൻസ് എന്നൊക്കെ പറയുന്ന റിക്വസ്റ്റോ, കം ഹിയർ, ഡോണ്ട് ഗോ ദെയർ എന്നൊക്കെ പറയുന്ന കമാൻഡിൻ്റെ രൂപത്തിലുള്ളതോ ഓർഡറിൻ്റെ രൂപത്തിലുള്ളതോ ആണ് ഇംപറേറ്റീവ് സെൻറ്റൻസസ്. ഓക്കെ അല്ലേ? അതുപോലെ ലാസ്റ്റ് നമ്മൾ നോക്കിയതായിരുന്നു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻ പ്രകടിപ്പിക്കുന്ന സെൻറ്റൻസ്. എന്തുകൊണ്ട്? അതിൻ്റെ അവസാനം എന്തുണ്ടാവും? ഈ എക്സ്ക്ലമേഷൻ മാർക്കും ഉണ്ടാവും. ഓക്കെ, അതൊക്കെയാണ് ഓൺ ദ ബേസിസ് ഓഫ് പേർപ്പസ്. ഇത് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഈസി ആയിട്ട് നമുക്ക് പിക്കപ്പ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇനി നമ്മൾ വരാൻ പോകുന്ന ചാപ്റ്റേഴ്സിലും എസ്പെഷ്യലി നമ്മുടെ SSCക്ക് എല്ലാം ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റീവ് ആയിട്ട് ചോദിക്കുന്നത് കുറവാണ്. അതായത് ഒരു സെൻറ്റൻസ് തന്നിട്ട് ഇത് അസർട്ടീവ് ആണോ ഇത് ഇൻറ്റർഗേറ്റീവ് ആണോ എന്ന് ചോദിക്കുന്നത് കുറവാണ്. പക്ഷേ നമുക്ക് എറർ ഡിറ്റക്ഷനൊക്കെ വരും, അല്ലേ? 10 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. എറർ ഡിറ്റക്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് വേണം? ഇതെല്ലാം, ഈ ബേസ് എല്ലാം ക്ലിയർ ആണെങ്കിലാണ് ഈസി ആയിട്ട് നമുക്ക് എറർ ഡിറ്റക്ഷനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് അല്ലാത്ത നമ്മുടെ നാട്ടിലെ PSC എക്സാമിനൊക്കെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഇനിയിപ്പോൾ അതിനും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ് എന്ന് പറഞ്ഞെന്ന് മാത്രം. കാരണം PSC എക്സാംസിനൊക്കെ ഇത് നേരിട്ട് എടുത്ത് ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് കുറേ ഒരു സെൻറ്റൻസ് തന്നിട്ട് ഇത് എന്ത് ടൈപ്പാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ സ്ട്രക്ചറിൻ്റെ ബേസിസിൽ എങ്ങനെ നമ്മൾ സെൻറ്റൻസിനെ ക്ലാസിഫൈ ചെയ്തു നോക്കുന്നുണ്ട്. ഓക്കെ.